ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് നിഷാസ് ഹോം കുക്കിംഗ്. ഇന്ന് നമുക്ക് നല്ലൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി നോക്കാം. വറുത്ത മീനിൻ്റെയും കറി വെച്ച മീനിൻ്റെയും ടേസ്റ്റ് ഒരേപോലെ കിട്ടുന്നൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഇത്. ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ ഈ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ കുറച്ച് മത്തിയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുക്കുവാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസിയാണ് കേട്ടോ. വളരെ സിമ്പിളാണിത്. തയ്യാറാക്കാനായിട്ട് എളുപ്പമാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. ഇപ്പോൾ ഇവിടെ മീനെല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇതുപോലെ അരികൊക്കെ വരഞ്ഞ് എടുത്ത് വെക്കുവാണ്. ഇനി മീനിൻ്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് കപ്പയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പച്ചക്കപ്പയാണ്. ഇപ്പോൾ തൊലിയൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് തയ്യാറാക്കി എടുക്കുവാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടാണ് കപ്പ എടുക്കുന്നത്. സാധാരണ കപ്പ കൊത്തിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ. ഇപ്പോൾ ഞാൻ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ച് വന്ന് ഇതിനകത്തോട്ട് നമ്മൾ ചെറുതായിട്ട് കുത്തിയ കപ്പ ഇട്ട് കൊടുക്കുകയാണ്. നല്ലപോലെ വേകുന്ന കപ്പയാണ് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും കപ്പ നന്നായിട്ട് വെന്ത് വരും. ഈ സമയത്ത് ഞാൻ മീനിന് വേണ്ടിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ചതച്ചെടുക്കുന്നുണ്ട്. ഇനി കപ്പയ്ക്കുള്ള അരപ്പും കൂടി തയ്യാറാക്കുന്നു. ആദ്യം ഞാൻ ഉള്ളിയും അതുപോലെ മുളകും കൂടി ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം അതിനകത്തോട്ട് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരപ്പിനകത്ത് ഞാൻ ഒരു വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർക്കുന്നുണ്ട്. ഒത്തിരി ഇടുന്നില്ല. ഇപ്പോൾ ഇതേ നമ്മുടെ കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വെള്ളം ഊറ്റിയിട്ട് നമുക്ക് അരപ്പിട്ടാൽ മതി. ഇപ്പോൾ ഞാനതോട്ട് അരപ്പിട്ടതിന് ശേഷം ഇതെല്ലാം കൂടി ഒന്ന് കറക്റ്റായിട്ട് കപ്പയൊക്കെ ആയിട്ട് മൂടി ഒന്ന് ആവി വരുന്നവരെ എടുത്ത് വെക്കുവാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കപ്പയും അരപ്പും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ കപ്പ റെഡിയാകും. നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഞാനൊരു ചീനിച്ചട്ടി വെച്ചിട്ട് ഈ സമയത്ത് അടുപ്പ് കത്തിച്ചിട്ടില്ല. അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെയും കൂടി മിക്സ് ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഒരു 3 ടീസ്പൂൺ ഇട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം പുളിവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന വാളംപുളിയാണ്. ഇപ്പം അടുപ്പ് ഓൺ ചെയ്തതിന് ശേഷം ആ മസാല കറക്റ്റായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് നമ്മൾ മീൻ പീസുകൾ എല്ലാം അതിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് മാരിനേറ്റ് ഒന്നും ചെയ്യുന്നില്ല. നമ്മളിങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ എല്ലാ മീനും ഇതുപോലെ തന്നെ ഓരോന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സൈഡും ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് എടുത്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ഫിഷ് ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ പുളിയുടെയും ഇതൊക്കെ കൂടി ഇരിക്കുന്നത് കൊണ്ടും ഒത്തിരി അങ്ങ് ക്രിസ്പി ആവാതെ ഒരു നല്ലൊരു കറിക്കകത്ത് കറിയുടെ ടേസ്റ്റും ഉണ്ട്, അതുപോലെ ഫ്രൈഡ് ടേസ്റ്റും ആയിട്ടാണ് വരുന്നത്. നല്ലൊരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഞാൻ കപ്പയുടെ കൂടെ സെർവ് ചെയ്യുവാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല കേട്ടോ. നല്ല ഗ്രേവിയും ഉണ്ട്. നമ്മൾ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ മീനിൻ്റെ കൂടെ ആ ഉള്ളി വെളുത്തുള്ളി പുളിയൊക്കെ കൂടിയുള്ള ഗ്രേവിയും കൂടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഫിഷ് ഫ്രൈ ചെയ്യാത്തവരുടെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.